ഹലോ ഡിയർ സ്റ്റുഡൻസ്, തിയറി ബിൽഡിംഗ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നതായിരുന്നു ഡിഡക്ഷൻ തിയറിയും അതുപോലെ തന്നെ ഇൻഡക്ഷൻ തിയറിയും. നമ്മൾ ഓൾറെഡി എന്തായിരുന്നു ഡിഡക്ഷൻ തിയറി എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു നമ്മൾ ഡിഡക്ഷൻ തിയറിയിൽ പറഞ്ഞത്. ജനറൽ ടു സ്പെസിഫിക്, അതായത് ഒരു പർട്ടിക്കുലർ കേസിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ കേസിലോട്ട് എത്തുന്ന ഒരു അപ്രോച്ചായിരുന്നു ഡിഡക്ഷൻ തിയറി നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ വരുന്ന സെക്കൻഡ് തിയറി ആകുന്നു ഇൻഡക്ഷൻ തിയറി. അതായത് തിയറി ബിൽഡിങ്ങിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് അപ്രോച്ച് ആകുന്നു ഡിഡക്റ്റീവ് അപ്രോച്ചും അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് അപ്രോച്ചും. അപ്പോൾ അതിൽ ഡിഡക്റ്റീവ് അപ്രോച്ച് നമ്മൾ പറഞ്ഞു, നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഞാൻ പറഞ്ഞു. ജനറൽ ടു സ്പെസിഫിക് അപ്രോച്ച് ആകുന്നു ഡിഡക്റ്റീവ് തിയറി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് തിയറിയിൽ നിന്ന്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എവിടെ വെച്ചിട്ടാണ്? തിയറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് തിയറീസിൽ നിന്ന്, ജനറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ കാര്യങ്ങളിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതാകുന്നു നമ്മൾ ഡിഡക്ഷൻ തിയറിയിൽ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നതാകുന്നു ഇൻഡക്ഷൻ തിയറി. അപ്പോൾ ഇവിടെ ഇൻഡക്ഷൻ തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡക്റ്റീവ് റീസണിങ് ഓർ ലോജിക്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ഇൻഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ ലോജിക് എന്നുള്ളത്. ഇവിടെ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ച്. അതായത് താഴെ നിന്ന് മുകളിലോട്ട് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഇറ്റ് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ച് എന്നുള്ളതാകുന്നു ഈ ഒരു ഇൻഡക്ഷൻ തിയറിയിൽ പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റഡിയിങ് സെവറൽ ഇൻഡിവിജ്വൽ കേസസ് ആൻഡ് ഡ്രോയിങ് എ ജനറലൈസേഷൻ. അതായത് നമ്മളിവിടെ പഠിക്കുന്നത് ഒരുപാട് ഇൻഡിവിജ്വൽ കേസസിനെ എടുത്തുകൊണ്ട്, അതായത് ഒരുപാട് പർട്ടിക്കുലർ കേസസിനെ എടുത്തുകൊണ്ട് നമ്മളൊരു ജനറലൈസേഷനിലോട്ട് ഫോം ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ കേസിനെ മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മളൊരു ജനറൽ തിയറിയിലോട്ട് എത്തിപ്പെട്ടാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് ഈ ഒരു മെത്തേഡിൽ പറയുന്നത് എന്താണ്? മൂവിങ് ഫ്രം എ സ്പെസിഫിക് സിറ്റുവേഷൻ ടു എ ജനറൽ കൺക്ലൂഷൻ. ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ നിന്ന് ജനറൽ കൺക്ലൂഷനിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതാണ് ഇൻഡക്ഷൻ തിയറിയിൽ പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് ഫാക്ട്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തിയറി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാകുന്നു, അല്ലെങ്കിൽ തിയറി ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാകുന്നു ഇവിടെ ഇൻഡക്ഷൻ തിയറിയിൽ പറയുന്നത്. ഇത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു 100% ശരിയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം സ്പെസിഫിക് ഇൻഡിവിജ്വൽ കേസസിൽ നിന്നാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കേസിൽ നിന്നാണ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 100% ഗ്യാരണ്ടി ഓഫ് ട്രൂത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിന് നൽകാൻ കഴിയില്ല. അത് സാധ്യമാവാം, ശരിയാവാം എന്നുള്ളൊരു സാധ്യത മാത്രമേ നമുക്ക് ഇവിടെ ഈ ഒരു ഇൻഡക്ഷൻ തിയറിയിൽ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ബോട്ടം അപ്പ് ഇൻ നേച്ചർ, അല്ല അതായത് എന്താണ്, ഒരു സ്പെസിഫിക് കേസിൽ നിന്ന് ജനറൽ കേസിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇൻഡക്ഷൻ തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻഡക്ഷൻ തിയറിയിൽ രണ്ട് പ്രോസസ്സാണ് പ്രധാനമായിട്ടും വരുന്നത്, ഒബ്സർവേഷനും അതുപോലെ തന്നെ ജനറലൈസേഷനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒബ്സർവ് ചെയ്യും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കേസസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ കേസസ് എന്ത് ചെയ്യും നമ്മൾ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കേസസ് ഇവിടെ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിസർച്ചർ ഒരു കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സ്പെസിഫിക് ടു ജനറൽ ഒരു തിയറി പിന്നെ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വരികയാണ് ചെയ്യുന്നത്. അതാകുന്നു ഈ ഒരു ഇൻഡക്ഷൻ തിയറിയിൽ പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ക്ലവർ, വെർണൻ ആൻഡ് ഹവാർഡ്, ഫോർ കണ്ടീഷൻസ് ആർ എസെൻഷ്യൽ ടു സാറ്റിസ്ഫാക്ടറി ഇൻഡക്ഷന്. അതായത് നല്ലൊരു ഇൻഡക്ഷൻ തിയറി നല്ല രീതിയിലാവുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു 4 കണ്ടീഷൻസ് റിസർച്ചർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പ്രധാനമായിട്ടും 2 പ്രോസസ്സാണ് ഇവിടെ ഉള്ളത്, ഒബ്സർവേഷന് അതുപോലെ തന്നെ ജനറലൈസേഷനും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഒബ്സർവേഷൻ മസ്റ്റ് ബി കറക്റ്റ്ലി പെർഫോംഡ് ആൻഡ് റെക്കോർഡഡ്, ഡാറ്റ കളക്റ്റഡ് ഷുഡ് ബി അക്യുറേറ്റ്. അതായത് ഒബ്സർവേഷൻ എന്തായിരിക്കണം, മസ്റ്റ് ബി കറക്റ്റ്ലി പെർഫോംഡ് ആൻഡ് റെക്കോർഡഡ്, നിർബന്ധമായിട്ടും എന്തായിരിക്കണം,
നല്ല രീതിയിലായിരിക്കണം അത് റെക്കോർഡ് ചെയ്തിരിക്കേണ്ടതും അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതും അക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. അതായത് നമ്മൾ ആകെ സ്പെസിഫിക് ഇൻഡിവിജ്വൽ കേസസിനെ മാത്രം പഠിക്കുന്നുള്ളൂ. അപ്പോൾ അത് കൃത്യമായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ല എങ്കിൽ നമ്മുടെ ഡ്രോയിങ്സ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് കേസസ് ഡ്രോൺ ഫ്രം എ സ്പെസിഫിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ. നമ്മൾ എവിടെ നിന്നാണോ സ്റ്റഡി നടക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് ഒരു സ്പെസിഫിക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് കേസസിനെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒബ്സർവേഷൻ മസ്റ്റ് കവർ ആൻഡ് ആഡിക്വേറ്റ് നമ്പർ ഓഫ് കേസസ്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു നമ്മുടെ സ്റ്റഡിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ഡ്രോൺ ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം ആ ഒരു ഒബ്സർവേഷൻസ് നടക്കേണ്ടത്. അപ്പം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു നമ്പർ ഓഫ് കേസസ് ആഡിക്വേറ്റ് അനുയോജ്യമായിട്ടുള്ള നമ്പർ ഓഫ് കേസസ് തന്നെ എന്തുണ്ടായിരിക്കണം, നമ്മൾ സ്റ്റഡി നടത്തണം. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, അവിടെ ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് കേസസ് ഒബ്സർവ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കൺക്ലൂഷൻ മസ്റ്റ് ബി കൺഫൈൻഡ് ടു ഇൻഫറൻസസ് ഡ്രോൺ ഫ്രം ദ ഫൈൻഡിങ്സ്. അതായത് നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഒബ്സർവ് ചെയ്തെന്ന് കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സ് നമുക്ക് എന്താണോ നമ്മൾ അതിലൂടെ കണ്ടെത്തിയത്, അപ്പം നമുക്ക് ആ ഫൈൻഡിങ്സിലൂടെ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, നമുക്ക് കൺക്ലൂഷൻസ് പറയണം അല്ലെങ്കിൽ നമ്മുടെ തിയറി എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഫോർത്ത് കണ്ടീഷനിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും, നല്ല രീതിയിൽ ഈ ഒരു ഇൻഡക്ഷൻ തിയറി സാറ്റിസ്ഫാക്ടറി ആവും എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായിട്ട് 100% ഒന്നും എന്ത് ചെയ്യില്ല ഇവിടെ ഈ ഒരു ഇൻഡക്ഷൻ തിയറിക്ക് സാറ്റിസ്ഫാക്ടറി ആവും നമുക്ക് പറയാൻ കഴിയില്ല. അത് സത്യമാവുന്ന അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ട്രൂത്ത് 100% ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് പ്രോബബിലിറ്റി ട്രൂ ആവും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ ഒരു ഇൻഡക്ഷൻ തിയറിയിൽ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നേരെ ഓപ്പോസിറ്റ് ആണ് ഡിഡക്ഷൻ തിയറിൻ്റെ. അവിടെ ബോട്ടം അപ്പ് അപ്രോച്ചാണ്, സ്പെസിഫിക് ടു ജനറൽ എന്നുള്ള കേസിലാണ് ഇവിടെ വരുന്നത്. അപ്പം അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇപ്പോൾ ടീച്ചർ യൂസ്ഡ് PPT ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ക്ലാസ്സസ്. ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു സ്പെസിഫിക് കേസാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ കേസാണ് എന്തുള്ളത്, ടീച്ചർ ലാസ്റ്റ് ഫ്യൂ ക്ലാസ്സസിൽ എന്ത് ചെയ്യുന്നുണ്ട്, PPT യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദെയർഫോർ ദ ടീച്ചർ വിൽ യൂസ് PPT ടുമോറോ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ജനറൽ കൺക്ലൂഷനോട് എത്താണ്, ടീച്ചർ എന്ത് ചെയ്യാം, നാളെയും PPT യൂസ് ചെയ്യപ്പെടാം. അങ്ങനെയുള്ളൊരു ജനറൽ കൺക്ലൂഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പം ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇതാകുന്നു ഈ ഒരു ഇൻഡക്ഷൻ തിയറീൻ്റെ കേസിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഒബ്സർവേഷൻസിലൂടെ ഒരു തിയറിയിലോട്ട് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് പർട്ടിക്കുലർ കേസിൽ നിന്ന് ജനറൽ കേസിലോട്ട് എത്തിപ്പെടുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഇവിടെ നോക്കുക. അതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഒബ്സർവേഷന്, പിന്നെ എന്ത് ചെയ്യണം, അതിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും ഒബ്സർവേഷനിലൂടെ. പിന്നെ എന്ത് ചെയ്യും, ഒരു ഡിസൈൻ അല്ലെങ്കിൽ പാറ്റേൺ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതിൽ ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യാണ്, ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ, നമ്മുടെ കേസ് ആക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളിലോട്ട് എത്തിപ്പെടുകയാണ്. പിന്നെ എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് ഒരു തിയറിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കൺക്ലൂഡ് ചെയ്യും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ഒരു ഇൻഡക്ഷൻ തിയറി ഫോളോ ചെയ്യുന്നത്. ഒബ്സർവേഷൻ, പാറ്റേൺ, ഹൈപ്പോത്തസിസ്, തിയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതുള്ളൂ നിങ്ങൾക്ക്. ഇൻഡക്ഷൻ തിയറിയും അതുപോലെ തന്നെ ഡിഡക്ഷൻ തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും മാറിപ്പോകരുത്. ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ബോട്ടം അപ്പ് അപ്രോച്ച്, സെവറൽ ഇൻഡിവിജ്വൽ കേസസ് ടു ജനറലൈസേഷൻ, സ്പെസിഫിക് ടു ജനറൽ എന്നുള്ള പോയിൻ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ഈ ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. ഇൻഡക്ഷനും അതുപോലെ തന്നെ ഡിഡക്ഷൻ തിയറിയും, തിയറി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന 2 തിയറീസാണ് ഇൻഡക്ഷൻ തിയറിയും അതുപോലെ തന്നെ, അല്ലെങ്കിൽ 2 അപ്രോച്ചസ് ആണ്, ഇൻഡക്ഷൻ അപ്രോച്ച് അതുപോലെ തന്നെ ഡിഡക്ഷൻ അപ്രോച്ച് എന്നുള്ളത് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക.